ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. വെളിയിൽ പോകാതെ നീ മനമേ നിത്യം, വെളിയിൽ പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ. കളയാതെ കാലത്തെ പാഴായി മനമേ, കളയുകാരാകാതി ദോഷത്തെ തീരെ. മഹത്തുക്കൾ നമുക്ക് എത്ര വലിയ സത്യത്തെയാണ് തുറന്നു കാണിക്കുന്നത്. നമ്മൾ അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്ന ആടിനെ പോലെ, ആടിന് അങ്ങാടിയിൽ പോകേണ്ട ഒരു കാര്യവുമില്ല, എന്നാലും അത് വെറുതെ അങ്ങാടിയിലൂടെ അലയുന്നത് പോലെ. ഈ ലോകത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ലോക വസ്തുക്കളെ സംഭരിക്കാം. പിന്നെ വെളിയിലേക്ക് പോകാതെ, വെളിവിരിക്കുന്ന നമ്മുടെ അന്തർഭാഗത്ത് വെളിയിൽ പോകാതെ നീ മനമേ, വെളിയിൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിഷയങ്ങളുടെ പിന്നാലെ മനസ്സേ നീ ഓടല്ലേ. വെളിയിൽ പോ, വെളിയിൽ എന്ന് പറഞ്ഞാൽ അറിവിലേക്ക് പോകൂ, ആത്മാനന്ദത്തിലേക്ക് പോകൂ, ആത്മബോധത്തിലേക്ക് പോകൂ. വെളിയിൽ പോ, ഒളി കണ്ടു. ആ വെളിയിൽ, ആ അറിവിൽ ഒളി എന്ന് പറഞ്ഞ പ്രകാശം, അത് പ്രകാശസ്വരൂപമാണ്. അത്യന്തം 1000 സൂര്യന്മാർ ഉദിച്ചതുപോലെയുള്ള പ്രഭ നമ്മുടെ ഓരോരുത്തരുടെയും അന്തർഭാഗത്തുണ്ട്. അതൊന്നും നമുക്കറിയില്ല. അതാണ് വെളിയിൽ പോകാതെ നീ മനമേ നിത്യം, വെളിയിൽ പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ. ആ വെളിയിൽ അറിവ്, വെളി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെളിവ് പുറത്തേക്ക്, രണ്ടാമത്തെ വെളിയിൽ പോ എന്നാൽ അറിവിലേക്ക് നീ പോ. അറിവിലേക്ക്, ആത്മബോധത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിയുമ്പോൾ ഒളി കണ്ടു കണ്ടു സുഖിക്കാം. ഒളി എന്നാൽ പ്രകാശം, അത്യന്തം പ്രകാശമയമാണ് അത്. ആ പ്രകാശം കണ്ട് നമുക്ക് ആനന്ദിക്കാം. അവിടെ നിർഭയതയാണ്, അവിടെ അമർത്യാവസ്ഥയാണ്, അവിടെ പരമമായ ആനന്ദാനുഭൂതിയാണ് നമുക്കനുഭവമാവുക. അത് അനുഭവമാകണമെങ്കിൽ നമ്മൾ ആ മണ്ഡലത്തിലേക്ക് എത്തിയേ പറ്റൂ. വെള്ളം കൂടി ദാഹം തീരണമെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്തേക്ക് നാം എത്തുകയും ആ വെള്ളവും നമ്മളും ഒന്നായിത്തീരുകയും ചെയ്താൽ മാത്രമേ ദാഹം തീരുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഓരോരുത്തരിലും ആ ആനന്ദസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവ് ഇരുന്നാലും നമ്മളത് അനുഭവിക്കാത്ത കാലം വരെ അതിനെ അറിയുന്നേയില്ല. അപ്രകാരം നമ്മളിൽ ഓരോരുത്തരിൽ നിറഞ്ഞിരിക്കുന്ന ആ ആത്മാനന്ദ വസ്തു അറിയണമെങ്കിൽ വെളിയിൽ ഓടി അലഞ്ഞാൽ അത് കിട്ടുകയില്ല. ലോകം മുഴുവനും തിരഞ്ഞാലും അത് കിട്ടില്ല. ആകവേ കർമ്മങ്ങൾ ചെയ്താലും ലോകം മുഴുവൻ തിരഞ്ഞാലും ആകുലം തീരുകയില്ലതു കൊണ്ടു നീ ഈശനെ പാരണം എന്നുമെന്നും. നമുക്ക് സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ലോകം മുഴുവൻ പരിധിയാലും നമുക്കതൊരിക്കലും അനുഭവമാവുകയില്ല, അത് കണ്ടെത്തുകയില്ല. അത് തന്നിൽ തന്നെ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്ന ബോധത്തോടുകൂടി അങ്ങോട്ടാ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കനുഭവമാകും. അതിറങ്ങിയാൽ മാത്രമേ. അതിന് നാം എന്തു ചെയ്യണം? വെളിയിൽ പോകാതെ, പുറത്തേക്ക് പോകാതെ വെളിയിൽ പോ, അറിവിലേക്ക് പോ. ഒളി കണ്ടു കണ്ടു സുഖിക്ക. ഒളി എന്നാൽ പ്രകാശം, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ പ്രകാശത്തെ കണ്ട് സുഖിക്കൂ. വെളിയിൽ പോകാതെ നീ മനമേ നിത്യം, വെളിയിൽ പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ. കളയാതെ കാലത്തെ പാഴായി മനമേ. അല്ലയോ മനസ്സേ, നീ നിന്റെ ആയുഷ്കാലത്തെ പാഴായി കളയല്ലേ. കളയുക രാഗാദിദോഷത്തെ തീരെ. കളയേണ്ടത് രാഗം, ദ്വേഷം, മദം, മാത്സര്യം, അഹങ്കാരം, കാമം, ക്രോധം,
അസൂയ, പക, വിദ്വേഷം ഇത്യാദികളെയൊക്കെയാണ് നമ്മൾ കളയേണ്ടത്. കളയാതെ കാലത്തെ പാഴായി മനമേ. ഈ കാലം ഏറ്റവും വിലയേറിയതാണ്. സമയം നമുക്ക് ഏറ്റവും അമൂല്യമാണ്. അമൂല്യമായ ഈ കാലത്തെ നമ്മൾ കളയാതെ കളയുക രാഗാദി ദോഷത്തെ തീരെ. രാഗം മുതലായ ദോഷത്തെ നമ്മൾ പാടെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് അനുഭവമാവുകയുള്ളൂ. നമ്മുടെ അന്തര്യാമിയായിരിക്കുന്ന ആ അറിവിനെയും ആ വെളിയെയും നമുക്കറിയണമെങ്കിൽ നാം രാഗദ്വേഷാദികൾ കളഞ്ഞേ പറ്റൂ. കളയാതെ കാലത്തെ പാഴായി മനമേ. പുറമേ ഒഴുകിക്കൊണ്ട് പുറത്തേക്ക് ഓടിക്കൊണ്ട് കാലത്തെ കളയല്ലേ. കളയുക രാഗാദി ദോഷത്തെ തീരെ. രാഗം ദ്വേഷാദികളെ മുഴുവനായിട്ടും കളയൂ. അപ്പോൾ നമുക്ക് ആ വെളിയും ഒളിയും അനുഭവവേദ്യമാകും. വെളിയിൽ പോകാതെ നീ മനമേ. വെളിയിൽ പോ ഒളി കണ്ടു കണ്ടു സുഖിക്കൂ. കളയാതെ കാലത്തെ പാഴായി മനമേ. കളയുക രാഗാദി ദോഷത്തെ തീരെ. രാഗം, ദ്വേഷം, മതമത്സര്യാദികളാവുന്ന ദോഷങ്ങളെ പാടെ കളഞ്ഞാൽ ആ ഒളിയും വെളിയും നമുക്ക് അനുഭവവേദ്യമാകും. അതാണ് ജന്മം കൊണ്ട് നമ്മൾ നേടേണ്ടത്. അത് ഈ മാനവജന്മം കൊണ്ട് മാത്രമേ നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ.